ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ചോദിച്ച എക്കണോമിക്സിന്റെ ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനുമാണ്. ഒരുപാട് ചോദ്യങ്ങളൊന്നും എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വന്നിട്ടില്ല, എങ്കിലും വന്നവയിൽ വളരെ പ്രധാനപ്പെട്ട എക്കണോമിക്സ് ചോദ്യങ്ങളും അവയുടെ എക്സ്പ്ലനേഷനും നമുക്ക് നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ ഉടനീളം സാധന സേവന നികുതി GST നിലവിൽ വന്നത്? അപ്പൊ GSTയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നതും GSTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇവിടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ ഉടനീളം സാധന സേവന നികുതി അഥവാ GST നിലവിൽ വന്നത്? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കറിയാം ഉത്തരം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? അതെ, 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്നത്. എന്നാൽ അടുത്തൊരു ചോദ്യമുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് GST പ്രാബല്യത്തിൽ വന്ന വർഷം. ഇതിലെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക. GST പ്രാബല്യത്തിൽ വന്ന വർഷം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഇവിടെ പൊട്ടത്തെറ്റാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് തെറ്റായ ഒരു ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2017 ജൂലൈ 1 മുതലാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? നമുക്ക് GST നിലവിൽ വന്നിരിക്കുന്നത്. നമുക്കത് വിശദമായിട്ട് പഠിക്കാം. അടുത്തത്, ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചരക്കു സേവന നികുതി GSTയിൽ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് എത്രയാണ്? GSTയിലെ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് എത്രയാണ്? നമുക്കറിയാം ഓപ്ഷൻ സി 28% ഏറ്റവും ഉയർന്ന നികുതി നിരക്ക്. മറ്റൊന്ന്, GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 101 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് GSTയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ കടന്നു വന്നിരിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങൾ GSTയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് GSTയെ കുറിച്ചൊന്ന് പഠിക്കാം. എന്താണ് GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് GSTയുടെ ചരക്കു സേവന നികുതി അല്ലെങ്കിൽ സാധന സേവന നികുതി എന്നൊക്കെ നമ്മൾ പറയും. അതാണ് GST ബില്ലിൽ ഒപ്പുവെച്ചത് ആരാണ് ഒപ്പുവെക്കുന്നത്? പ്രസിഡന്റാണ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2016 സെപ്റ്റംബർ 8-നാണ്. 2016 സെപ്റ്റംബർ 8-ാം തീയതി അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയാണ് GST ബില്ലിൽ ഒപ്പുവെക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയാണ് 2016 സെപ്റ്റംബർ 8-ാം തീയതി GST ബില്ലിൽ ഒപ്പുവെക്കുന്നത്. അത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് GST എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത്. അത് 101 ഭരണഘടനാ ഭേദഗതിയാണ്. GSTയുടെ ഭേദഗതി ചോദിച്ചാൽ 101 ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ചോദിച്ചാൽ 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലും 122ാം ഭരണഘടനാ ഭേദഗതി ബില്ലുമാണ് എന്ന് മനസ്സിലാക്കുക. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി 2016 ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2016 ആണ്. 101ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2016-ലാണ്. അത് എത്രാമത്തെ ബില്ലാണ് എന്ന് ചോദിച്ചാൽ 122ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-ാം തീയതിയാണ്. GST ഉദ്ഘാടനം ചെയ്യുന്നത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ് സെൻട്രൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ്. 2017 ജൂൺ 30-നാണ്. 2017 ജൂൺ 30-നാണ് GST പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത്. GSTയുടെ ആപ്തവാക്യം ചോദിച്ചാൽ 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. ഓക്കെ, 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നതാണ് ഇതിന്റെ ആ ഒരു ആപ്തവാക്യം. ഇനി വളരെ പ്രധാനപ്പെട്ടത് GST നിലവിൽ വന്നത് എന്നാണ്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വരുന്നത്. കൃത്യമായി പഠിക്കുക. 2017 ജൂലൈ 1-ന് GST നിലവിൽ വന്നു. GST ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അസം. GST ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അസാമും രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറുമായിരുന്നു. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം ഇതാണ്. GST ബിൽ പാസാക്കിയ 16ാമത്തെ സംസ്ഥാനം ഏതാണ്? GST ബിൽ പാസാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. കാരണം അന്ന് 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിലേ GST ബില്ല് പാസ്സാകുമായിരുന്നുള്ളൂ. അപ്പൊ 16ാമത്തെ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. എന്നാൽ സ്റ്റേറ്റ് GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാന. GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം തെലങ്കാനയാണ്. അതുപോലെ കേരള നിയമസഭ സ്റ്റേറ്റ് GST പാസ്സാക്കിയത് 2017 ഓഗസ്റ്റ് 17-നാണ്. 2017 ഓഗസ്റ്റ് 17-ന് കേരള നിയമസഭ സ്റ്റേറ്റ് GST പാസ്സാക്കി. ഇനി
ഇന്ത്യയിൽ പ്രഥമ GST ഡേ എന്ന് പറയുന്നത് 2018 ജൂലൈ 1 ഇന്ത്യയിലെ പ്രഥമ GST ഡേ ആയി ആചരിച്ചത് 2018 ജൂലൈ 1. ഇനി ലോകത്ത് ആദ്യമായി GST നടപ്പിലാക്കിയത് 1954 ഫ്രാൻസിലാണ്. 1954 ഫ്രാൻസിലാണ് ലോകത്ത് ആദ്യമായിട്ട് GST നടപ്പിലാക്കുന്നത്. അതുപോലെ ഇന്ത്യയിലുള്ള GST ഏത് മാതൃകയാണ് എന്ന് ചോദിച്ചാൽ അത് ഡുവൽ GST ആണ്, അല്ലെങ്കിൽ ഇരട്ട GST ആണ്. ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരട്ട GST അല്ലെങ്കിൽ ഡുവൽ GST ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് പിന്നെ ഇരട്ട GST നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് കാനഡ, ബ്രസീൽ. കാനഡയും ബ്രസീലുമാണ് ഇന്ത്യയെ കൂടാതെ ഇരട്ട GST നിലനിൽക്കുന്ന രാജ്യങ്ങൾ. എന്താണ് ഇരട്ട GST എന്ന് ചോദിച്ചാൽ കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ GST ചുമത്തുന്നതിനെയാണ് ഡുവൽ GST അല്ലെങ്കിൽ ഇരട്ട GST എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് GSTയുടെ കീഴിൽ വരുന്ന നികുതി നിരക്കുകൾ ചോദിച്ചാൽ അത് 0% മുതൽ 5%, 12%, 18%, 28%, ഇങ്ങനെ 5 നികുതി നിരക്കുകളാണ്. 5 നികുതി നിരക്കുകൾ. 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28%. ഏറ്റവും ചെറുത് 0വും ഏറ്റവും കൂടുതൽ 28% എന്ന് മനസ്സിലാക്കുക. ഇനി GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് മദ്യം, പെട്രോൾ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ. മദ്യവും പെട്രോളുമാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഇനി കേരളത്തിലെ GST ഭവൻ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ GST ഭവൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദം ചോദിച്ചാൽ 246A. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് GSTയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്ന അനുച്ഛേദമാണ് 246A. അതുപോലെ IGST ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് അനുമതി നൽകുന്ന അനുച്ഛേദം 269A. IGSTയിൽ നികുതി ചുമത്താനും നികുതി പിരിക്കാനും കേന്ദ്ര സർക്കാരിന് നൽകുന്നത് 269A ആണ്. അങ്ങനെയാണ് കേന്ദ്ര GSTയുമായുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ ആർട്ടിക്കിൾ 246Aയും നികുതി പിരിക്കാനും IGST ചുമത്താനും 269Aയുമാണ്. ഇനി GSTയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നതിനായി നിലവിൽ വന്ന സ്ഥാപനമാണ് GST കൗൺസിൽ. അപ്പൊ GSTയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. GST കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇമ്പോർട്ടന്റ് ആണ്. 279A പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. 279A എന്ന് പറയുന്നത് GST കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ്. 279A. ഇനി GST കൗൺസിൽ എപ്പോഴാണ് സ്ഥാപിതമായത്? 2016 സെപ്റ്റംബർ 15. 2016 സെപ്റ്റംബർ 15 GST കൗൺസിൽ സ്ഥാപിതമാകുന്നത്. GST കൗൺസിലിൽ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണുള്ളത്. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ GST കൗൺസിലുണ്ട്. ഒന്ന് കേന്ദ്ര ധനകാര്യമന്ത്രിയും മറ്റൊന്ന് കേന്ദ്ര റവന്യൂ അല്ലെങ്കിൽ ഫിനാൻസ് സഹമന്ത്രി. കേന്ദ്ര റവന്യൂ മന്ത്രി അല്ലെങ്കിൽ ഫിനാൻസ് സഹമന്ത്രി. സംസ്ഥാന ധനകാര്യമന്ത്രിമാർ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും നാമനിർദ്ദേശം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മന്ത്രി. ഇങ്ങനെയാണ് GST കൗൺസിൽ അംഗങ്ങൾ. GST കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. നിലവിൽ നിർമ്മല സീതാരാമനാണ്. അതുപോലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി എന്ന് പറയുന്നത് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആണ്. GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി കേന്ദ്ര റവന്യൂ സെക്രട്ടറിയുമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പഠിക്കുക. 56ാമത് GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് 2025 സെപ്റ്റംബർ 3-4 തീയതികളിലാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. 56ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് നടന്നത് 2025 സെപ്റ്റംബർ 3-4 തീയതികളിലാണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഏറ്റവും എന്താണ് ആ ഒരു 3 നടന്നതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അതായത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 56ാമത് GST കൗൺസിൽ യോഗം 2025 സെപ്റ്റംബർ 3-4 തീയതികളിലാണ് നടന്നത്. 3 നടന്നു. GST നിരക്ക് ഘടനയെ 4 GST സ്ലാബുകളിൽ നിന്നും ലളിതമായ ഒരു ഘടനയിലേക്ക് യുക്തിസഹമാക്കി. അതായത് സ്റ്റാൻഡേർഡ് നിരക്ക് 18% മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ബാധകമാണ്. സ്റ്റാൻഡേർഡ് നിരക്ക് എന്നത് ആക്കി മാറ്റി. അതായത് 4 GST സ്ലാബുകളിൽ നിന്ന് ലളിതമായ ഒരു ഘടനയിലേക്ക് യുക്തിസഹമാക്കി. സ്റ്റാൻഡേർഡ് നിരക്ക് 18%, മെറിറ്റ് നിരക്ക് 5%, മെറിറ്റ് നിരക്ക് 5%, ഡിമെറിറ്റ് നിരക്ക് 40%. സ്റ്റാൻഡേർഡ് നിരക്ക് എന്ന് പറയുമ്പോൾ 18% മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ബാധകം. മെറിറ്റ് നിരക്ക് 5% എന്നത് അവശ്യ ഇനങ്ങൾക്കും മുൻഗണനാ മേഖലകൾക്കും. ഡിമെറിറ്റ് നിരക്ക് 40% പാപവസ്തുക്കൾക്കും ആഡംബര വസ്തുക്കൾക്കും തെരഞ്ഞെടുത്ത പ്രയോഗം. അതായത് 2 വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് GST ഒഴിവാക്കി.
പാലുൽപ്പന്നങ്ങൾ, 33 ജീവൻ രക്ഷാ മരുന്നുകൾ, വിദ്യാഭ്യാസ അവശ്യവസ്തുക്കൾ എന്നിവയുടെ GST 0 നിരക്കിലേക്ക് കുറച്ചു. അതായത് പാലുൽപ്പന്നങ്ങൾ, 33 ജീവൻ രക്ഷാ മരുന്നുകൾ, വിദ്യാഭ്യാസ അവശ്യവസ്തുക്കൾ എന്നിവയുടെ GST 0 നിരക്കിലേക്ക് കുറച്ചു. നിത്യോപയോഗ സാധനങ്ങൾ, കാർഷിക വസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ GST 5% കുറച്ചു. അതായത് നിത്യോപയോഗ സാധനങ്ങൾ, കാർഷിക വസ്തുക്കൾ, ആരോഗ്യ സംരക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ GST 5% കുറച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, 350 cc താഴെയുള്ള എന്നിവയുടെ GST നിരക്ക് 18% കുറച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിൾ 350 cc താഴെയുള്ളത് അത് 18% കുറച്ചു. പാൻ മസാല, വായു സഞ്ചാരമുള്ള വെള്ളം, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ, പഴച്ചാറുകൾ ചേർത്ത പാനീയങ്ങൾ തുടങ്ങിയ പാപകരമായ വസ്തുക്കളുടെ GST 40% വർദ്ധിപ്പിച്ചു. ഓക്കെ, 40%ത്തിലേക്ക് എത്തി GST. ഓക്കെ, പുകയില ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള ഈ എല്ലാ GST നിരക്ക് മാറ്റങ്ങളും 2025 സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് GSTന്റെ റേറ്റ് മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് GSTയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ഇതും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമ്മൾ പഠിച്ചത്. മറ്റൊരു ചോദ്യം എങ്ങനെയാണ്, സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി 2017-18 വർഷത്തെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിന്റെ പുറം കവറിന് നൽകിയ നിറം എന്തായിരുന്നു? 2017-18 സാമ്പത്തിക സർവേ റിപ്പോർട്ടിന്റെ പുറം കവറാണ് സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി അങ്ങനെ നൽകിയ കളർ എന്ന് പറയുന്നത് പിങ്ക് കളർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് 2025 സാമ്പത്തിക സർവേ അനുസരിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.3-നും 6.8-നും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.3%-നും 6.8%-നും ഇടയിലായിരിക്കുമെന്നാണ് പറയുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് 2025 ജനുവരി 31-ന് ഈ വർഷത്തെ സാമ്പത്തിക സർവേ അവതരിപ്പിച്ചത്. 2025 ജനുവരി 31-ന് ശക്തമായ ആഭ്യന്തര സാമ്പത്തിക അടിത്തറ, സ്ഥിരമായ പണപ്പെരുപ്പം, വളർച്ച നിലനിർത്തുന്നതിനുള്ള നയങ്ങൾ എന്നിവയെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതായത് ശക്തമായ ആഭ്യന്തര സാമ്പത്തിക അടിത്തറ, സ്ഥിരമായ പണപ്പെരുപ്പം, വളർച്ച നിലനിർത്തുന്നതിനുള്ള നയങ്ങൾ എന്നിവയെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. പിന്നെ 2025 സാമ്പത്തിക വർഷത്തിൽ സേവന കയറ്റുമതി 12.8% വർദ്ധിച്ചു. അതുപോലെ മൊത്തത്തിലുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം $55.6 മില്യൺ ആയിട്ട് ഉയർന്നു. ഓക്കെ, അപ്പോൾ 6.3% മുതൽ 6.8% വരെയാണ് GDP വളരുക എന്ന് പറഞ്ഞു. അതായത് എന്താണ്, കാർഷിക മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളും മികച്ച പ്രകടനമാണ് സാമ്പത്തിക സർവേ പറയുന്നത്. വ്യവസായ മേഖലയും പുരോഗതിയിലാണ്. ഓക്കെ, അതുപോലെ എന്താണ്, പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിലെ റീറ്റെയിൽ പണപ്പെരുപ്പം 5.4%-ൽ നിന്നും 24-25 ഏപ്രിൽ ഡിസംബർ കാലയളവിൽ 4.9% കുറഞ്ഞുവെന്ന് സർവേ പറയുന്നു. ഇന്ത്യയുടെ ഉപഭോക്തൃ വിലക്കയറ്റം 2026 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 4%-ത്തിലേക്ക് എത്തിക്കുമെന്ന ലക്ഷ്യവുമായാണ് റിസർവ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും പ്രവർത്തിക്കുന്നതാണ് സർവേ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ സർവേയുടെ ഈ ഒരു ഡീറ്റെയിൽസ് കൂടി ഇവിടെ പഠിച്ചിട്ട് പോവുക. മറ്റൊന്ന്, കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്? 2015 ജനുവരി 1 മുതലാണ്. 2015 ജനുവരി 1 മുതലാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. നോക്കുക, നമ്മുടെ പാഠപുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ആസൂത്രണത്തിന്റെ നാൾ വഴി എന്ന് പറഞ്ഞ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. ദാദാഭായി നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഇതിനെ തുടർന്നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി, എപ്പോഴാണ് 1938 ദേശീയ ആസൂത്രണ സമിതി വരുന്നത്. ദേശീയ ആസൂത്രണ സമിതി 1938 രൂപീകരിച്ചു. അതുപോലെ 1944 ഇന്ത്യയിലെ ഒരു കൂട്ടം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അതാണ് ബോംബെ പ്ലാൻ. ഓക്കെ, 1944 വ്യവസായികൾ ചേർന്ന് ബോംബെ നഗരത്തിൽ തയ്യാറാക്കാണ് ബോംബെ പദ്ധതി. അതുപോലെ MN റോയ് ജനകീയ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ MN റോയ് എന്താണ്? ജനകീയ പദ്ധതി ആരാണ്? MN റോയ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി 1942 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യവസായ നയം രൂപീകരിച്ചു. 1942 വ്യവസായിക നയം വരുന്നത്.
ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ. ആരാണ്? എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. ഓക്കെ, അദ്ദേഹം രചിച്ച കൃതിയാണ് ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ആരാണ്? വിശ്വേശ്വരയ്യ. വിശ്വേശ്വരയ്യ രചിച്ചതാണ് ഇന്ത്യയുടെ എന്താണ് ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. ഓക്കെ, 1950 മാർച്ച് 15-നാണ് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത്. 1950 മാർച്ച് മാസം 15-ാം തീയതി 1950 മാർച്ച് മാസം 15-ാം തീയതിയാണ് എന്ത് വരുന്നത്? ആസൂത്രണ കമ്മീഷൻ രൂപം നൽകുന്നത്. കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപം നൽകുന്നത്. 1950 മാർച്ച് 15. 1950 മാർച്ച് 15 ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. അപ്പൊ അത് പഠിച്ചു വെച്ചേക്ക. ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ. അതുപോലെ 12 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. 12 പഞ്ചവത്സര. അതിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ വ്യാവസായിക വികസനമായിരുന്നു. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നതായിരുന്നു ലക്ഷ്യം. നാലാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ എത്തുമ്പോൾ 1969-74 കാലയളവിൽ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി 74-79 വളരെ പ്രധാനപ്പെട്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ 1980-85 കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി 85 മുതൽ 1990 വരെ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും. എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് 92 മുതൽ 97 മാനവശേഷി വികസനം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. പത്താമത്തെ പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 2012 മുതൽ 17 വരെ സുസ്ഥിര വികസനം. 2017 വരെ സുസ്ഥിര വികസനം. ഇതാണ് 12 പഞ്ചവത്സര പദ്ധതികളും വർഷങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും. ഓരോ പഞ്ചവത്സര പദ്ധതിയും വിശദമായിട്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇനി പുതിയ ചുവടുവയ്പ്പുകൾ എന്ന് പറഞ്ഞ് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. എപ്പോഴാണ്? 2015 ജനുവരി 1 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്. ഇത് പഠിച്ചേക്കണം. എന്താണ് നീതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് എന്നതിന്റെ മുഴുവൻ പേര് ചോദിച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, NITI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഈ ഘടന ഇപ്രകാരമാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അധ്യക്ഷനാണ് പ്രധാനമന്ത്രിയാണ്. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. കൂടാതെ 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൌദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൌദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നിങ്ങനെയായിരുന്നു ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ ഇപ്പൊ പല പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട്. PSC അടക്കമുള്ള പരീക്ഷകൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാം. അടുത്തത്, നീതി ആയോഗ് നിലവിൽ വന്നു 2015 ജനുവരി 1 നമ്മളത് പറഞ്ഞു. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്?
ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം, ഉപദേശക സമിതിയാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം ടീം ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. 2015 ഫെബ്രുവരി 8 ആദ്യത്തെ സമ്മേളനം നടന്നത്. ടീം ഇന്ത്യ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാന് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയും ഉണ്ടായിരിക്കും. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണോ അയാൾക്ക് എന്താണ്? ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയുമാണ് ഉണ്ടായിരിക്കുക. ഇനി നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടാവും. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടാവും. പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷനുണ്ടാവും. അതുപോലെ സ്ഥിരം അംഗങ്ങൾ ഉണ്ടാവും. 5 അനൌദ്യോഗിക അംഗങ്ങൾ ഉണ്ടാവും. സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ടാവും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിങ്ങനെ ഉണ്ടാകും. നിലവിലെ നീതി ആയോഗിലെ മുഴുവൻ സമയ അംഗങ്ങൾ ചോദിച്ചാൽ നീതി ആയോഗിലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങളാണ് VK സാരസ്വത്, രമേശ് ചന്ദ്, ഡോക്ടർ VK പോള്, ഡോക്ടർ അരവിന്ദ് വീർമണി, രാജീവ് ഗൗബ. VK സാരസ്വത്, രമേശ് ചന്ദ്, VK പോള്, അരവിന്ദ് വീർമണി, രാജീവ് ഗൗബ എന്നിവരാണ് നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ. നിലവിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ചോദിച്ചാൽ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരാണ്. താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത് സർവകലാശാലയിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ്. അനൌദ്യോഗിക അംഗങ്ങൾ പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ്. ഓക്കെ. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും. നിലവിലെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ സുമൻ കെ ബെറി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യം. ഇനി മറ്റൊരു ചോദ്യമാണ്, എന്താണ് നീതി ആയോഗവും ആസൂത്രണ കമ്മീഷനും മനസ്സിലായി എന്ന് കരുതുകയാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി ആരാണ്? കാർഷിക വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച കേന്ദ്രമന്ത്രി തന്നിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യമാണ് ഉത്തരമായിട്ട് വരിക. ഇവിടെ എന്താണ്? ഹരിത വിപ്ലവത്തെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെയാണ്, കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. 1960 മുതൽ 1970 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റമാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. എന്താണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്? 1960 മുതൽ 70 വരെയും 70 മുതൽ 80 വരെയുമുള്ള 2 ഘട്ടത്തിലായി നടന്ന കാർഷിക രംഗത്തെ മാറ്റം ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാലുൽപ്പന്നങ്ങളും വർധനവും ലക്ഷ്യം നടപ്പാക്കിയ ധവള വിപ്ലവം എന്താണ്? പാലുൽപ്പന്നങ്ങളും എന്താണ്? വർധന. അതുപോലെ തന്നെ മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതിക്കായി നീല വിപ്ലവം മത്സ്യോൽപ്പന്നങ്ങളുടെ പുരോഗതി. അത് രണ്ടും ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ. ഹരിത വിപ്ലവം എന്നത് എന്താണ്? ഉയർന്ന വിളവ് തരുന്ന വിത്തുകൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇത് പ്രധാനമായും ഇന്ത്യയിൽ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ 1966 ആരംഭിച്ച ഒരു പരിപാടിയാണ്. MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ 1966 ഇന്ത്യയിൽ ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത്. ഇതിലൂടെ ഭക്ഷ്യോൽപാദനങ്ങളുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യൻ കാർഷിക ശാസ്ത്രജ്ഞനായ MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അപ്പൊ ലോകത്തുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. അതായത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ ഡോക്ടർ നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ MS സ്വാമിനാഥൻ. എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നാണ് ചോദ്യം വന്നാലോ ഡോക്ടർ MB സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന ചോദ്യം വന്നാൽ ഡോക്ടർ MB സിംഗ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു? C സുബ്രഹ്മണ്യമാണ്. ഓപ്ഷനിൽ D എന്നാണ് പറയുന്നത്. C സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്.
ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബാണ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്? ഇത് 66 മുതൽ 69 വരെയുള്ള റോളിംഗ് പ്ലാൻ പദ്ധതി പ്രകാരമാണ്. മൊറാർജി ദേശായി സർക്കാരിന്റെ സമയത്തുള്ള 1966-69 വരെയുള്ള റോളിംഗ് പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി നടന്ന കാലഘട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദനമായി ഇന്ത്യ മാറിയതാണ് 1978-80 കാലഘട്ടങ്ങളിൽ. ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ചോദിച്ചാൽ പരുത്തിയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? നാണ്യവിള പരുത്തിയാണ്. ഓക്കെ, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ വില്യം ഗൗഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സൊറോണ. സർബതി സൊറോണ. MS സ്വാമിനാഥന്റെ ജന്മദേശം ചോദിച്ചാൽ മങ്കൊമ്പാണ്. മങ്കൊമ്പ്. മങ്കൊമ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് മങ്കൊമ്പ്. ആലപ്പുഴ ജില്ലയിലാണ് മങ്കൊമ്പ്. ആലപ്പുഴ ജില്ലയിലാണ് MS സ്വാമിനാഥൻ ജനിക്കുന്നത്. ഓക്കെ, സർബതി സൊറോണ എന്നത് അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനമാണ്. ഇനി ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ച ധാന്യം ചോദിച്ചാലോ? നാണ്യവിള പരുത്തി പറഞ്ഞു, ധാന്യം ഗോതമ്പുമാണ്. ധാന്യം ഗോതമ്പുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി, ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. നമുക്ക് ഉൽപാദനങ്ങളും സംസ്ഥാനവും നോക്കാം. നെല്ല് ഏറ്റവും കൂടുതൽ എവിടെയാണ്? പശ്ചിമ ബംഗാൾ. നെല്ല് പശ്ചിമ ബംഗാളിലാണ്. ഗോതമ്പ് ഉത്തർപ്രദേശ്, കരിമ്പ് ഉത്തർപ്രദേശ്. ഗോതമ്പ് ഉത്തർപ്രദേശ്, കരിമ്പ് ഉത്തർപ്രദേശ്. പരുത്തി ഗുജറാത്തിലാണ്. ചണം പശ്ചിമ ബംഗാൾ. തേയില ആസാം. കാപ്പി കർണാടക. കുരുമുളക് കർണാടക. റബ്ബർ കേരളം, ഏലം കേരളം. റബ്ബർ കേരളം, ഏലം കേരളം. നിലക്കടല ഗുജറാത്ത്. അതുപോലെ തന്നെ പുകയില ആന്ധ്രാപ്രദേശ്. പുകയില ആന്ധ്രാപ്രദേശ്. പുകയില ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, പുകയില ആന്ധ്രാപ്രദേശ്. ബാർലി രാജസ്ഥാൻ. കശുവണ്ടി മഹാരാഷ്ട്ര. ഉള്ളി മഹാരാഷ്ട്ര. കശുവണ്ടിയും ഉള്ളിയും മഹാരാഷ്ട്ര. സോയാബീൻ മധ്യപ്രദേശ്. സോയാബീൻ മധ്യപ്രദേശ്. പട്ട് കർണാടക. മരച്ചീനി കേരളം. കടുക് രാജസ്ഥാൻ. ഇഞ്ചി കേരളം എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനവും സംസ്ഥാനങ്ങൾ. ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? എത്രയാണ്? 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1872-ലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടക്കുന്നത് 1872-ലാണ്. സെൻസസ് ആദ്യമായി നടത്തിയ വൈസ്രോയിയാണ് മേയോ പ്രഭു. ആരാണ്? മേയോ പ്രഭു ആണ്. മേയോ പ്രഭു. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടത്തിയത് 1881-ൽ റിപ്പൺ പ്രഭു ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടത്തിയ വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു 1881. ഇനി 1881-ലെ സെൻസസ് റെഗുലർ സെൻസസ് നടത്തിയ സമയത്തെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ WC പ്ലൗഡൻ ആണ്. ആരാണ്? WC പ്ലൗഡൻ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആയിരുന്നു. ഇനി ഇന്ത്യയിൽ കനേഷുമാരി സെൻസസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാനേഷുമാരി. കാനേഷുമാരി നടക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1951-ലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് 1951-ലാണ്. ആരാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇന്ത്യയാണ്. ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇന്ത്യയാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്. 2011-ൽ നടന്ന സെൻസസ് ഇന്ത്യയിലെ 15ാമത്തെയും സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെയുമാണ്. 2011-ൽ നടന്നത് ഈ സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെയും ഇന്ത്യയിലെ 15ാമത്തെയും സെൻസസ് ആയിരുന്നു. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 246. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 246. അത് ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റും. യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത്. യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിൽ സെൻസസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്. ഇന്ത്യയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് സെൻസസ് വരുന്നത്. ഇനി ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച് സെൻസസ് നടന്ന വർഷമാണ് 2011. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച് സെൻസസ് നടന്ന വർഷം 2011 ആണ്. 2011. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ 1ാമതാണ്. ചൈന 2ാമതിലേക്ക് വന്നിട്ടുണ്ട്. 2011 ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 121.02 കോടിയായിരുന്നു. അതുക്കും മേലെയാണ്. അതുക്കും മേലെ ജനസംഖ്യ. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിനമാണ് 1987 ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ ദിനം 1987 ജൂലൈ 11. അതുകൊണ്ട് ജൂലൈ 11
ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ജൂലൈ 11 ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു. ഇങ്ങനെ ആചരിക്കാൻ ആഹ്വാനം നൽകിയ സംഘടനയാണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP. ഓക്കെ, ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ ആഹ്വാനം നൽകിയത്. ഇനി ഇന്ത്യയിലെ ജനസംഖ്യയുടെ സവിശേഷതകളാണ് സ്ത്രീ പുരുഷാനുപാതം, പ്രായഘടന, തൊഴിൽ പങ്കാളിത്ത നിരക്ക്, ആശ്രയത്വ നിരക്ക്, സാക്ഷരതാ നിരക്ക്, ആയുർദൈർഘ്യം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ്. കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് കാനേഷുമാരി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം എന്ന ചോദ്യം ചോദിച്ചാൽ അത് തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. 1836 സ്വാതി തിരുനാൾ 1836 സ്വാതി തിരുനാളാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തുന്നത്. തിരുവിതാംകൂറിൽ ആദ്യ ക്രമീകൃത അല്ലെങ്കിൽ സമഗ്രമായ സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് അല്ലെങ്കിൽ സമഗ്ര സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളാണ് 1875. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ ചോദിച്ചു വന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും അതിന്റെ വിശകലനവുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതുമായി അല്ലാത്ത എക്കണോമിക്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക, മറ്റു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുക. വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ ഏറ്റവും വലിയ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുക. നല്ല രീതിയിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കും. പിന്നെ വീഡിയോസ് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ്. നിങ്ങൾ ഇതുവരെ അതിൽ അംഗമായിട്ടില്ലെങ്കിൽ ഒന്ന് അംഗമാവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.